അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഏറെ ആദരണീയരായിട്ടുള്ള സഹോദരങ്ങളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. തണലായി മാറുന്ന സുഹൃതങ്ങൾ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു തലക്കെട്ട്. തണലെന്ന് പറയുന്നത് വെയിലിൻ്റെ പ്രയാസമില്ലാത്ത, വെയിൽ തട്ടാത്ത ഇടത്തിനാണ് തണലെന്ന് പ്രയോഗിക്കുന്നത് ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥം, ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരാശ്വാസം, ഒരു താങ്ങ്, ഒരു സപ്പോർട്ട്, ആ അർത്ഥത്തിലും ഒരാശ്രയം എന്നിങ്ങനെ അർത്ഥത്തിലും തണലെന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നു. വീട്ടിൽ നിന്നൊരു കുട്ടി കടയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണ്. വെയിലുണ്ട്, അന്തരീക്ഷം വെയിലുള്ളതാണ്. അപ്പോൾ ഉമ്മ പറയാണ്, മോനെ വെയിലത്ത് വല്ലാതെ നടക്കേണ്ട, തണലിലൂടെ പോകൂ. ആ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ നൽകുകയാണ്. അപ്പം തണൽ എന്ന് പറയുന്നത് എത്രമാത്രം ഈ ജീവിതത്തിൽ മനുഷ്യന് പ്രയോജനകരമാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, വെയിലിൻ്റെ ആ ദുരിതം പേറുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ ഒരിറ്റ് തണൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമെന്ന് പറയുന്നത് സൂര്യൻ്റെ അങ്ങേയറ്റത്തെ അത്യുഗ്രമായിട്ടുള്ള താപം. നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്, മനുഷ്യൻ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവൻ്റെ തലയോടടുത്ത്
ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് സൂര്യൻ മനുഷ്യൻ്റെ മൂർധാവിനോട് ചേർന്ന് മൂർധാവിലേക്ക് അടുത്ത് നിൽക്കുമെന്നുള്ളതാണ്. സഹിഹായിട്ടുള്ള ഹദീസിൽ കാണാം, തദ്നു ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. സൂര്യൻ, ഇത് കടങ്കഥയല്ല, സത്യത്തിൽ ചെറുപ്പത്തിൽ ഇത് കേട്ട് വന്നതുകൊണ്ട് ആളുകളുടെ ഒരു ധാരണ അതൊക്കെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ള, അങ്ങനെയല്ല. ഇത് സഹിഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതാണ്. മഹാനായിട്ടുള്ള മിഖ്ദാദ് ബിൻ അംർ ബിൻ അൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ നിവേദനം സഹീഹുൽ ജാമിയിൽ 2933 വചനമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അന്ത്യനാളിൽ സൂര്യൻ മനുഷ്യൻ്റെ മൂർധാവിലേക്ക് അടുത്ത് നിൽക്കും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ, ഒരു മൈലടുത്ത്. ഈ മൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചില ദൂരസങ്കല്പമുണ്ട്. എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഷറഹിൽ കാണാം, അൽ മൈലു ഇൻദൽ അറബ് മദ്ദുൽ ബസർ മിനൽ അർദ്. അതായത് അറബികളുടെ അടുക്കൽ മൈലെന്ന് പ്രയോഗിക്കുന്നത് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ നോക്കിയാൽ കാണാവുന്ന ഒരു ദൂരം, അതിനാണ് മൈലെന്ന് പറയുന്നത്. ആ അത്രയും അടുത്തേക്ക് ഈ സൂര്യൻ അന്ത്യനാളിൽ അടുത്ത് നിൽക്കുമെന്നാണ്. അങ്ങനെ താപം കൊണ്ട് മനുഷ്യൻ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. മനുഷ്യൻ്റെ ചില ആളുകളുടെ തിന്മകളുടെ തോതനുസരിച്ച് മനുഷ്യൻ്റെ ചെവിയോളം, മനുഷ്യൻ്റെ ചുമലോളം, മാറോളം, അരയോളം, അങ്ങനെ വിവിധ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും മനുഷ്യർ. എന്താ കാരണം? അവരുടെ പാപങ്ങളുടെയും തിന്മകളുടെയും തോത് വ്യത്യസ്തമാണ്. അപ്പോൾ അന്ന് ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ ഉഗ്രതാപം സഹിക്കവയ്യാതെ ഒരിറ്റ് തണൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ, വെയിലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പോയി അന്യമതസ്ഥരായിട്ടുള്ള സഹോദരിമാർ സാരിയൊക്കെ കൊടുത്തിട്ട് അവർ വെയിലത്ത് പോകുമ്പോൾ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് സാരിൻ്റെ തലപ്പ് തലയിലിടും. എന്താണ്? ഒരു തണലാകാൻ. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഈ റിയാദിൽ നമുക്കറിയാം, മഴയില്ലല്ലോ, കടുത്ത വെയിലാണല്ലോ. എത്രയോ ആളുകൾ കുട ചൂടിക്കൊണ്ടാണ്. ഇപ്പോൾ പള്ളി ജുമാ കഴിഞ്ഞു, പള്ളിയിലേക്ക് വന്നത് ചില ആളുകൾ കുട പിടിച്ചിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താണ്? തണൽ, ഒരല്പം തണൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതാണ് ദുനിയാവിലെ അവസ്ഥ എങ്കിൽ നാളെ പരലോകത്ത് മഹ്ശറയിൽ ഒരിറ്റ് തണൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ വല്ലാതെ മോഹിക്കുന്ന, വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അന്ന് ചില ആളുകൾക്ക് തണൽ കിട്ടും. അന്ന് ചില ആളുകൾ തണൽ കൊണ്ട് അനുഗ്രഹീതരാകും. ആരാണ് അവർ പ്രിയമുള്ളവരെ? സംശയം വേണ്ട, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്നിട്ടുള്ള ചില പുണ്യകർമ്മങ്ങൾ. പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ അതൊക്കെ നിസ്സാരമാണ് എന്ന് കരുതുകയാണ്. എന്നാൽ അങ്ങനെ നിസ്സാരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വൽക്കരിച്ചത് മാത്രമല്ല വലിയതുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ, ആ പുണ്യകർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഈ തണലുകൾ നേടിയെടുക്കാം. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട് നമുക്ക് തണൽ ലഭ്യമാകും. തണലെന്ന് പറയുമ്പോൾ കേവലം സൂര്യൻ്റെ ആ ഉഷ്ണത്തിൽ നിന്ന് മാത്രമല്ല, വെയിലിൻ്റെ അതിൻ്റെ താപത്തിൽ നിന്ന് മാത്രമല്ല, മറിച്ച് അതിപ്പോൾ ഈ സൂര്യൻ്റെ താപം എന്ന് പറയുന്നത് മഹ്ശറയിൽ വിചാരണയുടെ മുമ്പാണല്ലോ. വിചാരണയ്ക്ക് ശേഷവും നമുക്ക് തണൽ വേണം. വിചാരണയ്ക്ക് ശേഷമുണ്ടാകുന്ന തണലിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിൽ ദുനിയാവിലുള്ള തണലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മഹ്ശറയിലുള്ള തണലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വിചാരണയ്ക്ക് ശേഷം സ്വർഗവും നരകവുമാണല്ലോ, അവിടെയുള്ള തണലിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ആ ഉഹ്റവിയായ ലോകത്ത് തണൽ കിട്ടാൻ വേണ്ടിയത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം. ഈമാൻ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണെന്ന് പറയാറുണ്ട്.
സത്യവിശ്വാസികളാണ് എന്ന് പറയുന്ന മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളോട് അള്ളാഹിനെ കുറിച്ച് ചോദിച്ചാൽ അവരുടെ സങ്കല്പം എന്താ അറിയോ? അവരുടെ ധാരണ അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് ആളുകളുടെ ധാരണ. അപ്പോൾ അതുപോലെ ചില ആളുകൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നു, എന്നിട്ടോ അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള സംഗതികൾ അള്ളാഹുവിന് പുറമെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ചാർത്തി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികളല്ല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന കറകളന്ന ഇസ്ലാമിക വിശ്വാസം, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് തോന്നുന്ന അതല്ല, മറിച്ച് ഖുർആനിൻ്റെയും സ്വഹീഹായ തിരുസുന്നത്തിൻ്റെയും വൃത്തത്തിൽ വരുന്ന, അതിൻ്റെ വെളിച്ചത്തിൽ വരുന്ന, അതിൻ്റെ ആശയങ്ങൾ അതിനകത്ത് നിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നപ്പോൾ ഈമാനും അമലു സ്വാലിഹാത്തുകളും പരിശുദ്ധ ഖുർആനിൻ്റെ 4-ാം അധ്യായം സൂറത്തു നിസാഇൻ്റെ 57 പറയുകയാണ്, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. എന്തായി പറയുന്നതിൻ്റെ അർത്ഥം? അതായത് ഈമാനും അമലു സ്വാലിഹാത്തുകളും ഉള്ളവർ അവരെ നാം സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണ് സ്വർഗം? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗ തോപ്പുകൾ, താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന ആ സ്വർഗീയ ലോകം. എന്നിട്ടോ ഖാലിദീന ഫീഹാ, അതിൽ അബദ നിത്യവാസികളായിരിക്കും അവർ, എന്നെന്നും അവർ അനശ്വരമായി അനന്തമായി അവർ കഴിയും ആ സ്വർഗത്തിൽ. എന്നിട്ട് പറയുന്നു, ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, അവർക്ക് പരിശുദ്ധരായിട്ടുള്ള ഇണകളുണ്ട് എന്നാണ്. വനുദ്ഖിലുഹും ളില്ലൻ ളലീല, ഇതാണ് നമ്മുടെ വിഷയം. വനുദ്ഖിലുഹും ളില്ലൻ ളലീല, വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലുള്ള തണലിനെ കുറിച്ചായി പറയുന്നത്. അവരെ നാം ളില്ലൻ ളലീല എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന തിങ്ങി നിറഞ്ഞ വിശാലമായിട്ടുള്ള തണൽ, അതാണ് ഖുർആൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഖുർആൻ എത്രയോ സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. നിങ്ങൾക്ക് ഓർമ്മയുള്ളൊരു വചനമാണത്. 36-ാം അധ്യായം സൂറ യാസീനിലെ വചനമാണ്. സ്വർഗവാസികൾ അവരും അവരുടെ ഇണകളും അവർ തണലിലായിരിക്കുമെന്നാണ്, അവിടെ ചാരിയിരിക്കുന്ന സോഫകളിലായിരിക്കുമെന്നാണ്. ഫീ ളില്ലിൻ മംദൂദ്, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, വിശാലമായ നീട്ടിയിടപ്പെട്ട തണലിലായിരിക്കും അവർ എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ആ തണൽ കിട്ടാൻ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട സുഹൃതം എന്താ? അടിയുറച്ച ഈമാൻ ഉണ്ടാവണം, കറ പുരളാത്ത ഈമാൻ ഉണ്ടാവണം എന്ന് മാത്രം പോരെ പ്രിയമുള്ളവർ, അമലു സ്വാലിഹാത്തുകൾ വേണം. അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ നമ്മെ പരിഗണിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായ ദൃഢമായിട്ടുള്ള ഈമാൻ ഉണ്ടാവണം, അമലു സ്വാലിഹാത്തുകൾ ഉണ്ടാകണം. എങ്കിലേ നമുക്ക് തണൽ കിട്ടൂ. ആ തണൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇത് വേണം, സൽക്കർമ്മങ്ങൾ വേണം. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവർ, ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഈ വിചാരണയുടെ മുമ്പ് തണൽ ആവശ്യമാണ് എന്നുള്ളത്. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഉഗ്രതാപം അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുർസലാത്തിൽ പറയുന്നുണ്ട്, ഇൻതലിഖൂ ഇലാ ളില്ലിൻ, ഇൻതലിഖൂ നിങ്ങൾ പോവുക, നിങ്ങൾ പോയിക്കോളൂ, ഇലാ ളില്ലിൻ തണലിലേക്ക്, ദീ സലാസി ശുഅബ് 3 ശാഖകളുള്ളതായ ആ തണലിലേക്ക് നിങ്ങൾ പോകുക. എന്താണ് 3 ശാഖകളുള്ള തണൽ എന്ന് പറയുന്നത്? നരകത്തിൽ നിന്ന് കത്തിയമർന്ന് ഉയർന്നു പൊങ്ങുന്ന കരിമ്പുകയുടെ നിഴലുകളാണത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞല്ലോ, വളില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണൽ. ആയത്തുകളാണത്, പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളാണ്. കരിമ്പുകയുടെ തണൽ, അതിലായിരിക്കും അവർ എന്നുള്ളതാണ്.
തിന്മകൾ പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ കരിമ്പുകയുടെ തണലുകളിലായിരിക്കും എന്നാണ്. നമ്മളിപ്പോൾ നിങ്ങൾ നോക്കൂ, ആ കരിമ്പുകയുടെ തണലിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മുറ്റത്ത് സൈഡിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, തണൽ വൃക്ഷം നടുന്നു, ഫലവൃക്ഷം നടുന്നു. അതുപോലെ ഇപ്പോൾ അധിക വീടുകളിലുമൊക്കെ എന്താ ചെയ്യുന്നത്, വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ജെ ഷീറ്റ് ഇട്ടിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള പന്തൽ വെക്കുകയാണ്. എന്താണ് കാരണം? ചൂട് കാരണം. നമ്മുടെ നാട്ടിൽ AC വെക്കുക, അധിക വീട്ടിലും പള്ളികളിൽ AC വെക്കുകയാണ്. അപ്പോൾ തണൽ, ആശ്വാസം, അതാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥയെങ്കിൽ പരലോകത്ത് നമ്മൾ എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കുക പ്രിയമുള്ളവരെ. അപ്പോൾ ആ പരലോകത്ത് തണൽ നേടണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കമിട്ട് ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായ 2 ഞാൻ പറഞ്ഞു, ഈമാനും അമലു സ്വാലിഹാത്തുകൾ. മറ്റൊന്ന് ഹദീസ് ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ രത്നച്ചുരുക്കമാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് ആ ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് സാക്ഷി പറയും. ആ ആളുകൾക്ക് അല്ലാഹുവിനോട് ശുപാർശ പറയും. ശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും ആ 2 അധ്യായങ്ങൾ ഒന്നുകൂടെ മുന്നോട്ട് വന്നിട്ട് അല്ലാഹുവിനോട് അതിൻ്റെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, അതിൽ കാണാം ആ 2 അധ്യായങ്ങൾ പ്രത്യേകിച്ച് ളുല്ലതാൻ, തണലിടുമെന്നാണ്. 2 തണലുകളായി അതിൻ്റെ ആളുകൾക്ക് മാറും എന്നുള്ളതാണ്. അത് സഹീഹ് മുസ്ലിമിലെ 805-ാമത്തെ വചനമാണ്. ആധികാരികതയ്ക്ക് വേണ്ടിയാണ് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തണലുണ്ടായിരിക്കുമെന്നാണ് ഈ പറഞ്ഞത്. നമ്മുടെ അവസ്ഥ എന്താ? കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ വെളിച്ചം ഉദ്ഘാടനം നടത്തി. 4-5 ആളുകൾ വന്ന് പ്രസംഗിച്ചു. ദമാമിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത ബുക്കാണെന്ന് തോന്നുന്നു. അത് വാഹനം വഴിയോ മറ്റോ കൊടുത്തയച്ച് ഇവിടുന്ന് ഓരോ യൂണിറ്റിലേക്കും വിതരണം നടത്തി. 100ഓളം അംഗങ്ങളുള്ള നമ്മുടെ ഗ്രൂപ്പിൽ വെളിച്ചം എഴുതി തീർന്നവർ എത്ര അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടു, ആരൊക്കെ, അവരുടെ പേര്, കാര്യങ്ങൾ. എന്നിട്ടോ ഒരു 11-12 ആളുകളാണ്. അപ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഈ വെളിച്ചത്തിനും ഖുർആനിനും ഒക്കെയുള്ള അവിടെ തണൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. സത്യത്തിൽ നന്ദികേടല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്തത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുകയല്ലേ ചെയ്തത്? നമ്മളിവിടെ വന്നു, നമ്മളിതിൻ്റെ ആളുകളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ആളുകളായി ഇത് പ്രവർത്തിക്കുന്നു. എന്നിട്ട് അതിഥികളെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ പ്രസംഗം നടത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു, അത് ഷെയർ ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എഴുതുന്നവരോ വളരെ വൈകി, പലരും അവസാന ഘട്ടത്തിൽ എഴുതുന്നു. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണ്ടിക്കൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത, അത് നന്ദികേടാണ്. അതൊരിക്കലും ആവർത്തിച്ചുകൂടാ. അങ്ങനെയുള്ള ആളുകൾക്ക് തണൽ കിട്ടുമോ? അള്ളാഹുവിൻ്റെ കോടതിയിൽ തണൽ കിട്ടുമോ എന്ന് 1000 വട്ടം ചിന്തിക്കുക പ്രിയമുള്ളവരെ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ തണൽ കിട്ടുക? അങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ്റെ ആയത്തുകൾ വന്ന് സാക്ഷി പറയുമോ? തണൽ കിട്ടുമോ? ശുപാർശ പറയുമോ? അങ്ങനെ എനിക്കും അത് കിട്ടും എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവൻ മൂഢസ്വർഗത്തിലാണ്. അപ്പം അതുകൊണ്ട് നമ്മളിതിൻ്റെ ആളുകളാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മളത് എഴുതണം, നമ്മളത് പഠിക്കണം. എത്ര സമയം വേണം? ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ പറയണമെന്ന്. ഞാൻ ഫുട്ബോളിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അതൊക്കെ കാണണം, അതൊക്കെ അതിനു വേണ്ടി ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അതിലൊക്കെ യഥേഷ്ടം ചെയ്യുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനെ അവഗണിച്ചു കൊണ്ട് പോകാനായിട്ട് പാടില്ല.
എന്നിട്ട് നമ്മുടെ ഒരു പ്രവണത എന്താ പറയുക, അമേരിക്കയിൽ ഇന്നയാൾ ഇസ്ലാം സ്വീകരിച്ചു, പിന്നെ നേപ്പാളിൽ സിനിമാ നടി ഇസ്ലാം സ്വീകരിച്ചു, ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നു, ഷെയർ ചെയ്യുന്നു. എന്നാൽ ഖുർആൻ്റെ വെളിച്ചം ബുക്ക് ഇതൊന്ന് എഴുതാൻ പറഞ്ഞാൽ, ഖുർആൻ ലേണിംഗ് സ്കൂളിൽ വരാൻ പറഞ്ഞാൽ നമ്മൾ മെല്ലെ പിന്നിലോട്ട്. അതിന് സമയമല്ല, അതിന് ഒരുക്കമല്ല. എന്തൊരു കഷ്ടമാണത്. അപ്പോൾ ഞാനത് ആവർത്തിക്കുന്നില്ല പ്രിയമുള്ളവരെ, ഇത് ഗൗരവമായിട്ട് ചിന്തിക്കുക. ഇനിയൊരിക്കൽ ഇവിടെ വെച്ച് ഇങ്ങനെ പറയേണ്ടുന്ന ഒരവസ്ഥയുണ്ടാക്കരുത് എന്ന് എല്ലാവരോടും ഗൗരവമായി ഉണർത്തുകയാണ്. കൂട്ടത്തിൽ പറയട്ടെ, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇന്നലെ, ഇത് നമ്മളിങ്ങനെ വെളിച്ചത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തുന്നു, എനിക്കിത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൽ ഭാഗവാക്കാകുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് അറിയില്ല എന്നാണ്. അപ്പം അവരോട് പറയുന്നു, ഒരു ടെൻഷനും വേണ്ട, പ്ലേ സ്റ്റോറിൽ നിന്ന് വെളിച്ചം എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ പേരും നമ്പറും അതിൽ കൊടുക്കൂ. ഗൂഗിൾ ക്രോമിലോ മറ്റോ വെളിച്ചം, സൗദി ഓൺലൈൻ വെളിച്ചം എന്നൊക്കെ എഴുതിയാൽ അത് വരും, അതിൻ്റെ ലിങ്ക് വരും. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ടാവും ഇവിടെ. അവരോട് പറയുക, എനിക്ക് വെളിച്ചത്തിലൊരു പഠിതാവാകണം. അപ്പം നിങ്ങളത് അതിൻ്റെ ഗ്രൂപ്പിൽ ചേർക്കും. അതിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുന്ന ഓഡിയോ വരുന്നു, യൂട്യൂബ് ലിങ്ക് വരുന്നു, PDF വരുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ തരും. എത്ര ലളിതമാണ്. എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് സ്കൂളിലെ അധ്യാപകരുടെ മുമ്പിൽ, മദ്രസയിലെ അധ്യാപകരുടെ മുമ്പിൽ കുട്ടികൾ ന്യായം പറയുന്നത് പോലെ അങ്ങനെ രക്ഷപ്പെടാമെന്നാണോ ഈ പ്രബുദ്ധരെന്ന് നമ്മൾ വിചാരിക്കുന്നത്? ഞാൻ ആവർത്തിക്കുന്നില്ല പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം എന്താ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം അള്ളാഹുവിൻ്റെ കോടതിയിൽ മഹ്ശറയിൽ തണൽ കിട്ടണം, സ്വർഗമാകുന്ന തണൽ കിട്ടണം. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, തീർച്ചയായും ഭക്തന്മാരായ ആളുകൾ, തഖ്വയുള്ള ആളുകൾ, ഫീ ളിലാലിൻ വഉയൂൻ, അവർ തണലുകളിലാണ്, അവർ അരുവികളിലാണ്. ആ തണൽ അല്ലാഹു തആല പറയാണ്, ഭക്തന്മാരായ ആളുകൾ. ഇത് എവിടെയാ? വിചാരണക്കപ്പുറം സ്വർഗത്തിലെ സ്വർഗമാകുന്ന തണൽ. സ്വർഗമൊരു വിരുന്നാണ്, സ്വർഗമൊരു തണലാണ്, സ്വർഗം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിൻ്റെ ലോകമാണ്. അത് നമുക്ക് ലഭിക്കാൻ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറജുലു ഫീ ളില്ലി സ്വദഖതി, ഒരു മനുഷ്യൻ അവൻ്റെ സദഖയുടെ തണലിലായിരിക്കും ഖിയാമത്ത് നാളിൽ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, അപ്പോൾ അവർ കുറച്ച് പണക്ക് സ്വരൂപിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുളിക്കലിനടുത്ത വലിയ പറമ്പിലുള്ള എബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. എബിലിറ്റി എന്ന് പറയുന്നത് പ്രിയമുള്ളവർ, കണ്ണ് കാണാത്ത, അന്ധരായിട്ടുള്ള, സംസാരശേഷിയില്ലാത്ത, കേൾക്കാൻ കഴിവില്ലാത്ത ഭിന്നശേഷിക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. പഠിക്കുക മാത്രമല്ല, അവർ ജോലിക്ക് വേണ്ടിയുള്ള അതിനുള്ള ട്രെയിനിങ്ങൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. വലിയൊരു കലാലയമായി, പ്രശസ്തമായൊരു കലാലയമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ മഹനീയമായ ആദർശത്തിൻ്റെ വക്താക്കളാണ് അത് ആരംഭിച്ചത്. അതിൽ അവർക്ക് ഒരു ജല സൗകര്യം, കുടിവെള്ളം, അതിനുള്ള സൗകര്യത്തിനൊരു കിണർ വേണം എന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ, നമ്മുടെ ഈ റിയാദിൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ പ്രവർത്തകന്മാർ അതിന് പണം സ്വരൂപിച്ചു. 5-8 ലക്ഷം രൂപ സ്വരൂപിച്ച് ഒരു കിണർ അവിടെ പണിതു. അതിൽ നിന്ന് അവർ വെള്ളം കുടിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സൽക്കർമ്മം എന്ന് പറയുന്നത് അതെന്താ? ഒരു നിരന്തരമായ പ്രതിഫലം കിട്ടുന്ന, ഈമാനോടുകൂടെ ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള ഒരു കർമ്മമാണെങ്കിൽ എന്നും പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായിരിക്കും അത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ, അതുകൊണ്ട് നമുക്ക് തണൽ നേടാൻ കഴിയും. അള്ളാഹുവിൻ്റെ ആ മഹ്ശറയിൽ
മഹ്ശറ വൻസബ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അവിടെ നമുക്ക് തണൽ ലഭിക്കും എന്ന് മാത്രമല്ല സ്വർഗം ലഭിക്കും. എന്ത് വേണം? ഈമാന്, അടിയുറച്ച ഈമാന് വേണം. അത് ചില്ലറ കാര്യമല്ല പ്രിയമുള്ളവരെ. നിങ്ങൾ കേട്ടിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജലക്ഷാമം ഉണ്ടായപ്പോൾ, കുടിനീരിന് വേണ്ടി ആളുകൾ പ്രയാസപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണ് റൂമാ കിണർ പണം കൊടുത്ത് വാങ്ങാനുള്ളത്, അവന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മറിച്ചൊന്നും ആലോചിച്ചില്ല. അദ്ദേഹം ആ കിണർ വില കൊടുത്ത് വാങ്ങി. എന്നിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് യഥേഷ്ടം കുടിക്കാൻ അത് വിട്ടുകൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂലിനോട് അത് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതാണ് തണൽ കിട്ടാനുള്ളൊരു മാർഗം. മടിയില്ലാതെ പണം എടുത്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ നിരന്തരമായി പ്രതിഫലം കിട്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഹദീസ് ഉണ്ടല്ലോ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാം നിശ്ചലമാകാം, എല്ലാം മുറിഞ്ഞു പോകാം. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്ന് സ്വതക്കത്തുൻ ജാരിയ. ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന എന്നർത്ഥം. നദി ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നദി ഇങ്ങനെ ഒഴുകാണ് കടലിലേക്ക് എന്നതുപോലെ ഈ സ്വതക്ക ഇങ്ങനെ ഒഴുകാൻ. എവിടേക്ക്? ഇവൻ്റെ കർമ്മത്തിൻ്റെ നന്മയുടെ പുസ്തകത്തിലേക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ. അങ്ങനെയുള്ള സ്വതക്ക. ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരം ചെയ്യപ്പെടുന്ന അറിവ്. ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുണ്യവാനായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്ന സന്തതി, ആണാവട്ടെ പെണ്ണാവട്ടെ. വലത് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അടിവരയിടണം. മറ്റെല്ലാം നിശ്ചലമാകുന്ന നമ്മളെ നമസ്കാരം, നമ്മൾ ജുമ നമസ്കരിച്ചു, ജുമക്ക് വമ്പിച്ച പ്രതിഫലമാണ്. ഒരു ജുമക്ക് നേരത്തെ പോയി ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ഖുതുബയൊക്കെ കേട്ട് അച്ചടക്കത്തോടു കൂടെ അത് ശ്രവിച്ച് ആ നമസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് റാഹത്തോടുകൂടെ പോന്നാൽ അടുത്തൊരു ജുമ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പ്രതിഫലം അവിടെ നിർണയിച്ചു കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന സുജൂദിന്, നമ്മൾ ചെയ്യുന്ന നമസ്കാരം, നോമ്പ്, അതിൻ്റെയൊക്കെ ആ പ്രതിഫലം എത്ര എന്ന് അല്ലാഹു തആല അവിടെ നിർണയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ചെയ്യുന്ന ഈ കർമ്മങ്ങളോ, ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, സദഖത്തുൻ ജാരിയ എന്ന്. നമ്മൾ ഫോക്കസിൻ്റെ ആ കിണറിനെ കുറിച്ച് അങ്ങനെ എത്രയോ സംരംഭങ്ങളാണ് മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. പള്ളികൾക്ക്, അനാഥശാലകൾക്ക്, അതുപോലെ മക്ബറകൾ, ഈദ്ഗാഹുകൾ ഒക്കെ യഥേഷ്ടം വഖഫ് ചെയ്തിട്ടുള്ള മുൻഗാമികൾ ഈ സമൂഹത്തിനുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ പല ആളുകളും യഥേഷ്ടം അള്ളാഹുവിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് ഇങ്ങനെ നൽകുക. ബിൽഡിങ് നൽകുന്നവർ, അതുപോലെ തോട്ടം നൽകുന്നവർ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകല്ല. അപ്പം സ്വതക്കത്തുൻ ജാരിയ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത. നദി ഒഴുകുന്നത് പോലെ നമ്മുടെ കർമ്മത്തിൻ്റെ പുസ്തകത്തിലേക്ക് നന്മകൾ ഒഴുകുന്ന കർമ്മം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹജ്ജും ഉംറയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലം പോലെയല്ല ഈ സ്വതക്കത്തുൻ ജാരിയ എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറയുന്നത് ഒരു പ്രയോഗം തന്നെ നമുക്ക് ഇതുമായി യജ്രി അജ്റുഹുന്ന എന്ന, യജ്രി ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കിണറിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഈ ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോൾ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ പാവപ്പെട്ടവരായ എത്രയോ മുസ്ലിങ്ങളാണ്. അത് ബീഹാറിൽ മാത്രമല്ല, ജാർഖണ്ഡ്, ആസാം, പശ്ചിമ ബംഗാൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഫോക്കസ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സംഘടന, അവർ ബീഹാറിൽ കട്ടിഹാർ എന്ന് പറയുന്ന ജില്ലയിൽ
അവിടുത്തെ അവസ്ഥ എന്താ പറയുക, അവിടുത്തെ മുസ്ലിം കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് മദ്രസയിലാണ് അവർ പോകുന്നത്, സ്കൂളിലല്ല. മദ്രസ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് സ്കൂൾ എന്നുണ്ടെങ്കിലും ആ മദ്രസ എന്ന് പറയുന്ന അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താ, ഖുർആന് പഠിച്ച് ഹിഫ്ളാക്കുക. അതിൻ്റെ അർത്ഥം പോലും അവർക്ക് അറിഞ്ഞോളന്നില്ല. അതെങ്ങനെ പഠിക്കുന്നത്? ഷെഡിൽ, ഈ തൊഴുത്തൊക്കെ ഉണ്ടാക്കുന്നത് പോലുള്ള ഷെഡ്, ആ ഷെഡിൽ നിലത്തിരുന്ന് ചാക്കിലും മറ്റുമൊക്കെ ഇരുന്ന് ആടി ഇതിങ്ങനെ പഠിക്കാൻ. അങ്ങനെ പഠിച്ച് ഈ കുട്ടി കുറച്ച് വലുതാകുമ്പോൾ എന്തിനാ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? അവിടുന്ന് ഭക്ഷണം കിട്ടും. പാവപ്പെട്ട കുടുംബങ്ങളാണ്. അങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ കുറേ കാലം പഠിച്ചിട്ട് ഒന്നുകൂടെ വലുതായാൽ ജോലിക്കൊക്കെ പാടത്ത് പോകാൻ, വയലിൽ പോകാൻ വലുതായാൽ മാതാപിതാക്കൾ പറയും ഇനി പഠനം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോവുക. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് നമ്മുടെ ഫോക്കസ് ഇന്ത്യ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ബെഞ്ചും ഡെസ്കും തരാം. അങ്ങനെ ബെഞ്ചും ഡെസ്കൊക്കെ കൊടുത്ത് ആ കുട്ടികളെ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ അവസരമുണ്ടായി. അപ്പോൾ ആ അഡ്മിഷൻ വർദ്ധിച്ചു എന്നാണ് പിറ്റത്തെ വർഷം. അങ്ങനെ പ്രിയമുള്ളവർ, അതിന് നമ്മൾ ഒരു ക്ലാസ് റൂമിന് ഒരു 5 ലക്ഷം 6 ലക്ഷം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ക്ലാസ് റൂം, ഒരു 5 ക്ലാസ് റൂമുള്ള ഒരു ബ്ലോക്ക്, ഒരു 30 ലക്ഷത്തിൻ്റെ പദ്ധതി. അപ്പോൾ നമ്മുടെ ഇവിടെ റിയാദിലുള്ള നമ്മുടെ ഫോക്കസിൻ്റെ സുഹൃത്തുക്കൾ അതിലൊരു ക്ലാസ് റൂം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഒരു ക്ലാസ് റൂം അവരേറ്റെടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്വതക്കത്തുൻ ജാരിയ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണം. അതിലൊക്കെ ഭാഗവാക്കാകാൻ കഴിയുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. അതുകൊണ്ട് എന്താണ് നേടാനുള്ളത്? അവിടെയുള്ള തണലാണ് നമുക്ക് കിട്ടുക എന്ന് മനസ്സിലാക്കുക. അവിടെയുള്ള ആ തണൽ അത് നമുക്ക് കിട്ടും എന്ന് ഓർക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ ആ കരിമ്പ് മഷറ എന്ന് പറയുന്ന അവിടെ ആ കരിമ്പുകയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ, അത് മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെന്ന് പറഞ്ഞല്ലോ. ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സ്വർഗത്തിൽ പോയിട്ട് ആ മനുഷ്യൻ്റെ പദവി ഉയർത്തപ്പെടുകയാണ്. സ്വർഗത്തിൽ പല പദവികളാണ്, ഉയർന്ന പദവികളുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, റബ്ബേ എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ പദവികൾ ഉയർത്തപ്പെട്ടത്? അപ്പോൾ അള്ളാഹു പറഞ്ഞു, ബി ഇസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിൻ്റെ മക്കൾ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്, പാപമോചനം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്തതി, നമ്മുടെ മക്കൾ. അതിലൊട്ടേറെ പാഠങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വിവാഹം കഴിക്കാൻ വൈമനസ്യം കാണിക്കുന്ന ന്യൂ ജനറേഷനാണുള്ളത്. സത്യത്തിൽ എന്താണ്, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ എത്ര കാലം പ്രാർത്ഥിക്കും, എത്ര വട്ടം മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയ്ക്ക് അവർ കിട്ടില്ലേ? അപ്പോൾ അത് നഷ്ടപ്പെടുന്നൊരവസ്ഥ. ശരി, നമ്മളിവിടെ പറയുന്നത് നമ്മുടെ മക്കളെ ആ രൂപത്തിൽ തനിക്ക് വേണ്ടി മക്കളടുത്ത് നിന്ന് അവർ വലുതായി ജോലിയൊക്കെ കിട്ടി മാസം ശമ്പളമൊക്കെ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ സഹായിക്കാനൊരു തുക തരണം എന്നൊക്കെ നമുക്ക് മോഹിക്കാം. പക്ഷേ അതിലുപരിയായിക്കൊണ്ട് അതിൻ്റെ മുകളിലുള്ള മോഹം എന്താ വേണ്ടത്? നമുക്ക് എൻ്റെ മക്കൾ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് കൈകൾ ഉയർത്തി, റബ്ബേ എൻ്റെ മാതാവിന്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ഉപ്പാക്ക് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് സ്വർഗം നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാനുള്ള ആ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ. അതാണ് പ്രിയമുള്ളവരെ, അതാണ് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയുടെ ബലമാണ് ആ സ്വർഗവാസിയുടെ പദവി ഉയർത്തപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരം ചെയ്യപ്പെടുന്ന അറിവ് എന്ന് പറഞ്ഞല്ലോ. ഉപകാരം ചെയ്യപ്പെടുന്ന അറിവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കൂളിന് നമ്മൾ ബിൽഡിങ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അതെന്താ? അതും കൂടിയാണ്. അവിടെ കുട്ടികൾക്ക് വിജ്ഞാനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്നൊരു 500 റിയാൽ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. 500 റിയാലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം വേണ്ട. 500 റിയാൽ കൊടുക്കണമെന്ന് പറയുമ്പോഴേ സുഹൃത്തുക്കളെ, നമ്മൾ എത്ര ലക്ഷത്തിൻ്റെ വീടാണ് കഴിക്കുന്നത്? നമ്മൾ
ഒരു 70 ലക്ഷത്തിൻ്റെ വീട് ആണോ? അല്ല, 1 കോടി 1.5 കോടിയുടെയൊക്കെ വീടപ്പം ആളുകൾ കയറ്റുന്നത് ആര്? സാധാരണക്കാരായ പ്രവാസികൾ. എത്രയുടെ വാഹനം എത്രയുടെയാണ് വാങ്ങുന്നത്? 30 ലക്ഷം 40 ലക്ഷത്തിൻ്റെയൊക്കെ വാഹനം വാങ്ങും. അപ്പോൾ അത് അത്രയും ചിലവാക്കുന്ന ആളുകൾക്ക് ഒരു 500 റിയാൽ കൊടുക്കാൻ, അപ്പോൾ അത് വലിയ തുകയൊന്നുമല്ല. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ആ അറിവ് പ്രസരിപ്പിക്കാൻ വേണ്ടി, വിജ്ഞാനം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇൽമ് ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് എന്നും പുണ്യം ലഭിക്കുന്ന, നമ്മൾ മരിച്ചാലും ഈ കർമ്മത്തിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കണം. അതാണ് ഒഴുകുന്ന പ്രതിഫലം കിട്ടുന്ന കാര്യം. നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കണം. അതായത് ഹദീസിൽ വന്നതാണ് തണൽ കിട്ടുന്ന കാര്യം. മൻ അൻളറ മുഅ്സിറൻ. നമ്മുടെ സമൂഹത്തിൽ വളരെ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അവരിൽ ആരെങ്കിലും നമ്മുടെ പക്കത്തു നിന്ന് കടം വാങ്ങി, ആ കടം വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? ഒരു സാവകാശം കൊടുക്കുക. ഒരു സാവകാശം. അയാൾ ചിലപ്പോൾ അടുത്ത മാസം തരാമെന്ന് പറയും. അടുത്ത മാസം ഇതാ വന്നു, അദ്ദേഹം പണം തരുന്നില്ല. അപ്പം അദ്ദേഹത്തിനോട് എന്താ, 1 മാസം കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ 1-2 മാസം കൂടെ കൊടുക്കുക. അതല്ല എങ്കിൽ നീ അത് തരേണ്ടതില്ല, ഞാനത് നിനക്ക് തന്നിരിക്കുന്നു എന്ന് നല്ല മനസ്സോടുകൂടെ പറയുക. അങ്ങനെ പറഞ്ഞാൽ അലല്ലഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന് തണൽ കൊടുക്കും. തഹ്ത ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. സഹിഹായിട്ടുള്ള വചനമാണ്. ഇമാം തുർമദിയുടെ 1306 വചനമാണ്. അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ, ഒരു തണലുമില്ലാത്ത ദിവസം ആ തണൽ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പക്ഷേ ആ കടം വാങ്ങിയ ആളുകളുണ്ടല്ലോ, അത് നൽകിയ ആളുകളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അത് നബി വേറെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമിൽ ഒരു ബാബ് തന്നെ കാണാം. അതിൽ കാണാം മതലുൽ ഖനിയ്യ ളുൽമുൻ. കഴിവുണ്ടായിട്ടും കടം വീട്ടാതെ അതെങ്ങനെ ഒരു മുമാത്തിലായിട്ട് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് അക്രമമാണ് എന്നുള്ളതാണ്, പാപമാണ് എന്നുള്ളതാണ്. അതിന് അല്ലാഹു തആല വേറെ ശിക്ഷ കൊടുക്കും. ഞാൻ സഹോദരങ്ങൾ വിഷയത്തിലേക്ക് വരികയാണ്. അതായത് ഈ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിരന്തരമായ പ്രതിഫലം, സദഖത്തുൻ ജാരിയായിട്ടുള്ള പ്രതിഫലം ഒരു വചനത്തിൽ കാണാം. അത് സഹീഹല്ല, പക്ഷേ അത് ആശയം ശരിയാണ്. അതിൽ പറയാണ് ഇൽമൻ അല്ലമഹു വനശറഹു. അറിവ്, അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. അതായത് അറിവ്, ഇപ്പം മദ്രസ, ഖുർആൻ ലേണിംഗ് സ്കൂള്, അതുപോലെയുള്ള നന്മയുള്ള വിജ്ഞാനം, അതിലൊക്കെ ഭാഗവാക്കാകുക, അതിലേക്ക് ആളുകളെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് മരിച്ചാൽ നമ്മൾ ഖബറിലായിരിക്കാം, നമ്മൾ ബർസഖിയായ ലോകത്തായിരിക്കാം, ആ സമയത്തും നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നിസ്കരിച്ചാൽ അതോടുകൂടെ കഴിഞ്ഞു. പക്ഷേ സ്വതക്കത്തും ജാരി അങ്ങനെയല്ല, അതിൻ്റെ പ്രതിഫലം ഒഴുകും. അതാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന യജ്രി അജ്റുഹുന്ന എന്ന് പറയുന്നത്. പിന്നെയോ വലദൻ സ്വാലിഹൻ തറക്കഹു വ മുസ്ഹഫൻ വറസഹു. എന്താ പറയുക? ഒരു മുസ്ഹഫ് നിങ്ങൾ നോക്കൂ, പല പള്ളികളിലൊക്കെ, പല പള്ളികളും യഥേഷ്ടം മുസ്ഹഫാണ്, എന്നിട്ട് അത് തന്നെ ഓതാതെ അങ്ങ് തട്ടിമറിച്ച് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ട്. എന്നാൽ അതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഖുർആൻ ലേണിംഗ് സ്കൂൾ എടുക്കുന്നു, സൂറത്തുൽ കഹ്ഫ്. അപ്പോൾ അതിൻ്റെ ആ പഠിതാക്കൾക്കുള്ള ഒരു ബുക്ക്, ഖുർആനിലൊരു അധ്യായമാണല്ലോ, അത് പ്രിൻ്റ് ചെയ്ത് ഒരാൾ സ്വന്തം വക കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്? വലിയ പുണ്യം കിട്ടുന്ന ഒരു സ്വതക്കത്തും ജാരി തന്നെയാണ്. അത് എത്ര കാലം അതുകൊണ്ട് പ്രയോജനം നേടുന്നുവോ അത്ര കാലം അയാൾക്ക് പ്രതിഫലം കിട്ടും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഔ മസ്ജിദൻ ബനാഹു, ഒരാൾ പള്ളി നിർമ്മിച്ചു. പള്ളി എങ്ങനെ ഞാൻ നിർമ്മിക്കുക? അതിന് 19 ലക്ഷം വേണ്ടേ? ഞാനൊരു 100 രൂപ കൊടുക്കാം എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് നമ്മുടെ വീടിനൊക്കെ എത്ര ലക്ഷങ്ങളാണ് വേണ്ട. ഞാൻ മുമ്പൊരു സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആവർത്തിക്കുകയാണ്. ഒരു വ്യക്തിയെ ഞാൻ ആക്ഷേപിക്കല്ല, മറിച്ച് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. അതായത് ടയറിന് പഞ്ചറടക്കുന്ന ഒരു സഹോദരൻ
അയാളെ മകളെ കല്യാണം കഴിച്ചപ്പോൾ കൊടുത്ത സ്വർണം 110 പവനാണ്. 110 പവനാണ് സ്വർണം കൊടുത്തത്. അതിൽ ഒരു 90 പവനും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യ, ബാക്കിയൊക്കെ ബന്ധുക്കൾ 1-2 ആയിട്ട് ഏട്ടനും അനുജനും ആങ്ങളെയും അവരൊക്കെ കൊടുത്തതാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ നമുക്ക് ലക്ഷക്കണക്കിന് ചിലവഴിക്കാനുണ്ട്. എന്തുകൊണ്ട് പള്ളി നിർമ്മിച്ചുകൂടാ? ഈ വിദേശ രാജ്യത്തു നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ പള്ളി നിർമ്മിക്കാൻ പണം കൊടുക്കുന്നുണ്ടല്ലോ. പലരും എന്താ പറയുക, നിങ്ങൾ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് അള്ളാഹിൻ്റെ സ്വർഗത്തിലൊരു വീട് വേണം എന്നുള്ള ആ ആത്മാർത്ഥമായ നീയത്തോടുകൂടെ അവർ സ്വരൂപിച്ച് വെക്കുകയാണ്. പണം ഒരു കൂട്ടാണ്, പള്ളി ഉണ്ടാക്കണം, അതൊരാഗ്രഹമാണ്. ഇപ്പം നമുക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ട്, നമുക്ക് പിന്നെ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ പല ആഗ്രഹമുണ്ട്. എന്നതുപോലെ അവരുടെ ആഗ്രഹം എന്താ, ഒരു പള്ളി ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതാണ് ഔ മസ്ജിദൻ ബനാഹു. പിന്നെ പറയുന്നത് ഔ ബൈതൻ ലി ഇബ്നി സബീൽ, അല്ലെങ്കിൽ വഴിയാത്രക്കാരന് ഒരു സത്രം. ഔ നഹ്റൻ അജ്റാഹു, അതിലൊരു കിണർ കുഴിക്കുക. കിണറൊക്കെ കുടിനീരിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന നാട്ടിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ നമ്മുടെ ഫോക്കസിൽ നിന്ന് നടത്തുന്നുണ്ട്. ഒരു കിണറിന് എത്രയാ, 5000 രൂപ അല്ലെങ്കിൽ 5-8000 രൂപ ഉണ്ടായാൽ ഇതാണ് ഒരുപാട് കുടുംബങ്ങൾക്ക് കുടിവെള്ളം കുടിക്കാനുള്ള ഇതായി. അതെന്താണ്, സ്വതക്കത്തുൻ ജാരിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. പിന്നെ പ്രവാചകൻ പറഞ്ഞല്ലോ 7 പിന്നെ സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ് ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് എന്ന കാര്യം അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ഇന്ന് സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് വിശദീകരിക്കുന്നില്ല, ചുരുക്കാണ്. മറ്റൊന്ന് ഈ മരം നടുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സഹോദരങ്ങളെ, മരം നടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ പറയാണ്, ആ മരം വലുതായി അതെന്ന് ഫയഅ്കുലു മിൻഹു തൈറുൻ, ഒരു പക്ഷി അതെന്ന് ഭക്ഷിച്ചു. ആ മരം വലുതായി അതിലൊരു പഴമുണ്ടായി, അതെന്നൊരു പക്ഷി ഭക്ഷിച്ചു. അതിൻ്റെ പ്രതിഫലം, അത് സ്വതക്കത്തുൻ ജാരിയാണ്, അതിൻ്റെ പ്രതിഫലം അവന് കിട്ടുമെന്നാണ്. ഔ ഇൻസാനുൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ. ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ ഒരു നാൽക്കാലി, അതെന്ന് ഭക്ഷിച്ചു, അതിൻ്റെ പ്രതിഫലം പോലും അവന് കിട്ടുന്ന. അതെന്ന് നാൽക്കാലിയല്ലേ, അപ്പം അതിൻ്റെ കൂലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഒരു പഴുത്ത മാങ്ങയുണ്ട് ആ മാവിൽ, ഒരു പക്ഷി വന്നത് കൊത്തി, അല്ലെങ്കിൽ ചക്ക അത് പഴുത്ത് ഒരു അണ്ണാന് വന്നത് കൊത്തി, അപ്പോൾ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് നിരാശപ്പെടണ്ട. അതിൻ്റെ പ്രതിഫലം നിനക്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ആ മരം എത്ര കാലം നിൽക്കുന്നു, അതിന്ന് എത്ര കാലം ഫലങ്ങൾ കിട്ടുന്നു, അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. മദീനയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നബി മക്കത്തായിരുന്നല്ലോ ജനിച്ചത്. ഞാൻ അവസാനിപ്പിക്കുക. മദീനയിൽ നബി വരുന്നതിന് പിന്നെ മുമ്പ്, ഏതാണ്ട് 2 വർഷത്തോളം മുമ്പ്, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് പ്രവാചകൻ്റെ പിന്നെ അനുവാദപ്രകാരം അല്ലെങ്കിൽ കൽപ്പനപ്രകാരം അങ്ങോട്ട് വരിക. എന്താ കാരണം? മദീനയിലെ ഒരു 12 ആളുകളുണ്ടായിരുന്നു, ഒന്നാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളുകൾ. അപ്പോൾ അവർക്ക് ഖുർആനൊക്കെ പഠിപ്പിക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ നബി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നു. ആളുകളെ, ഗോത്രത്തലവന്മാരൊക്കെ വിളിച്ചുകൂട്ടി അവരെ ഓരോരുത്തരെയൊക്കെ കണ്ട് അവർക്ക് ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ സമയത്താണല്ലോ അഷൽ ഗോത്രത്തിൻ്റെ തലവനായിട്ടുള്ള ഉസൈദ് ഇബ്നു ഹുളൈർ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല. ഇദ്ദേഹത്തെ വകവരുത്താനും വന്നത് ആരെ? മുസ്അബ് ഇബ്നു ഉമൈറിനെ വകവരുത്താനും വന്നു. പക്ഷേ വളരെ വശ്യമനോഹരമായിട്ടുള്ള സ്വരമാധുര്യമേറുന്ന അദ്ദേഹത്തിൻ്റെ ഖുർആനിൻ്റെ പാരായണവും അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ സംസാരവും കേട്ടിട്ട് അതിലാകൃഷ്ടനായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഒരുപാട് ഗോത്രത്തിൽ നിന്ന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാം വ്യാപിച്ചു. അങ്ങനെ ആ മദീനയിൽ അൻസ്വാരികൾ എന്ന് പറയുന്ന അൻസ്വാരികൾ എന്താ അതിൻ്റെ അർത്ഥം? പ്രവാചകനെയും മുസ്ലിങ്ങളെയും സഹായിച്ചവർ. അൻസാരി എന്ന് പറയുന്ന വലിയ ജനവിഭാഗത്തിൻ്റെ ബീജാവാപം നൽകിയത് ഈ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര പ്രതിഫലം ഉണ്ടാകും? വിജ്ഞാനത്തിൻ്റെ പ്രസരണം. അതാണ് സഹോദരങ്ങളെ, ഇത് ചില്ലറയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സുഹൃതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സുഹൃതങ്ങൾ കൊണ്ടാണ് നാളെ നമുക്ക് ആ മഹ്ശറയിലെ തണല്, അതുപോലെ സ്വർഗമാകുന്ന തണല് കിട്ടുക.
അല്ലാഹു തആല അങ്ങനെയുള്ള നന്മകൾ ചെയ്യുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഈ പ്രതിവാര തസ്കിയ ക്ലാസ് നടത്തുന്നു. നമ്മളിവിടെ ഭക്ഷണം ഒരുക്കുന്നു. ഈ ഭക്ഷണം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്ത് ഇക്ബാൽ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹമാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.